തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് പൗഡിക്കോണം. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി യുവാവാണ്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം കോവിഡ് മഹാമാരി കേരളത്തിൽ എല്ലായിടത്തും അലയടിക്കുന്ന സമയത്ത് ഒരു പോരാളിയെ പോലെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയും ഭക്ഷണം എത്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു യുവ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്ത അനന്തു CS പരിചയപ്പെടാം. അനന്തു, ഇതാദ്യമായിട്ടാണ് മത്സരരംഗത്തേക്ക് എത്തുന്നത്. എങ്ങനെ കാണുന്നു മത്സരത്തിൻ്റെ ഈ പ്രചരണത്തിൻ്റെ ആദ്യ നാളുകൾ? ഇനി അവസാനത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രചരണത്തിൻ്റെ ആദ്യ നാളുകളിൽ നമുക്ക് വളരെ ആത്മവിശ്വാസം ഉള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇതുവരെയും ഉള്ളത്. നമ്മൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് വളരെ പ്രതീക്ഷ തോന്നുന്ന രീതിയിലാണ് എല്ലാവരും നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ 10 വർഷം കൊണ്ട് ഒരുപാട് അവഗണനകൾ നേരിട്ട ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു 10 വർഷം നമ്മുടെ ഒരു കൗൺസിലർ ഇല്ലാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നേരിൽ കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം അവർ തിരുത്താൻ ഉറച്ച് ഈ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ വാർഡ് പ്രദേശത്ത് മുഴുവൻ ഇറങ്ങുമ്പോഴും ഭൂരിഭാഗം ജനങ്ങളും നമ്മളോട് സമീപിക്കുന്നത്. അനന്തുവിൻ്റെ ഈ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? കാരണം ഈ ഏറ്റവും വലിയ പ്രശ്നം അന്ന് ഈ മരണമടഞ്ഞവരുടെ മൃതദേഹം സംസ്കരിക്കുക എന്നുള്ളത് വലിയൊരു കഷ്ടപ്പാടായിരുന്നു. കാരണം ആരും ഏറ്റെടുക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യം, കോവിഡിനെ പേടിച്ച് മാറി നിൽക്കുന്ന സമയം. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തനം? ആ സമയത്തൊക്കെ നമ്മളൊരു നല്ല രീതിയിൽ നമ്മുടെ DYFI എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമല്ല നമ്മുടെ ഉള്ള സഹാക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അതിനെതിരെ ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത്, നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ മരണപ്പെട്ട് കിടന്ന സമയത്ത് ചുറ്റുപാടും നല്ല ദുർഗന്ധം വന്ന സമയത്ത് ആളുകൾ പറഞ്ഞ് അവിടെ നിന്ന് ആ ദുർഗന്ധം സഹിക്കാതെ അവർക്ക് സ്ഥലം മാറി പോവേണ്ടൊക്കെ ഒരു അവസ്ഥ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് നീക്കം ചെയ്യുന്നതിന് നല്ലൊരു ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ നിലവിലത്തെ കൗൺസിലർ വന്നിട്ട് തന്നെ അത് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ഒരുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അവിടെ പിരിവെടുത്ത് വേളിയിൽ നിന്ന് ആളെ വിളിച്ച് അത് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ശ്രമം നടത്തിയപ്പോൾ നമ്മൾ DYFI എന്നുള്ള രീതിയിലാണ് അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആ ഒരു ബോഡി നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ചെയ്തത്. പക്ഷെ അവിടെ അടുത്ത് പോലും ആരും പോകാൻ മടിച്ച് നിന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു സ്മെല്ലായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ ആ സ്മെല്ല് കാരണം അവിടെ ഉള്ളവർ തന്നെ സ്ഥലത്ത് മാറിപ്പോയൊരവസ്ഥ. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 4-5 പേര് DYFI സഹാക്കൾ ചേർന്നുകൊണ്ടാണ് അന്ന് ആ ബോഡി അവിടെ നിന്ന് മാറ്റി. അതിപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ആ സമയത്തുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ട് ആ ഒരു പ്രവർത്തനം. അതുപോലെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളുടെ പഠിത്തമായിരുന്നു. അതുപോലെ ഈ പല വീടുകളുടെ വീടുകളിൽ ആഹാരം എത്തിക്കുന്ന കാര്യം പ്രശ്നമായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു അതിലേക്ക് പങ്കെടുത്തത്? അതിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നമുക്ക് ആഹാരം എത്തിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ അത് തന്നെ തികയാതെ വന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തന്നെ ഒരു പാർട്ടിയും DYFIയും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി കിച്ചൺ സ്വന്തം നിലയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരും ആ സമയത്ത് വിശപ്പനുഭവിച്ച് വീട്ടിൽ കഴിയരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതേപോലെ രോഗികളെ നമ്മളെ വിളിക്കുമ്പോൾ വളരെ അവരുടെ ബന്ധുക്കൾ പോലും സഹായിക്കാൻ പേടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു പക്ഷേ പാർട്ടി ഓഫീസിലാണ് നമ്മൾ ആ സമയത്ത് കടന്നിരുന്നത്. വീടുകളിൽ പോലും പോയില്ലായിരുന്നു. വീടുകളിൽ കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പാർട്ടി ഓഫീസിലാണ് ഏകദേശം ഫുൾ ടൈം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക്കാണ് അന്ന് ഞങ്ങളുടെ DYFIയുടെ നേതൃത്വത്തിൽ ആ സമയത്ത് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം ഒരു വേറിട്ട അനുഭവങ്ങളായിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF ആണ് ഈ BJP ആണ് ഈ വാർഡിലുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തിരിച്ചു പിടിക്കുക, LDF പിടിക്കുക എന്നുള്ള ലക്ഷ്യം. അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? തികച്ചും ഇപ്പോൾ നമ്മുടെ പാർട്ടിക്ക് തന്നെ അപ്പോൾ ജനങ്ങളുടെ നിന്നുണ്ടാവുന്ന ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ട്
ഇപ്പോൾ ഈ വാർഡ് എങ്ങനെയും തിരിച്ച് പിടിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇട്ടിരിക്കുന്നത്. അതേ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ വർഷം അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പൗടിക്കോണം വാർഡിൽ ഒരു യുവാവിനാണ് ഇത്തവണ പാർട്ടി മത്സരിപ്പിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷ മാത്രമല്ല, ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ശ്രദ്ധ ചെലുത്താൻ ആണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ അനന്തവും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പൗടിക്കോണത്തു നിന്നും ബിനിലിന് ഒപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.